എല്ലാവർക്കും നമസ്കാരം. കേന്ദ്ര സർക്കാരിന് കീഴിൽ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിലേക്ക് ഇപ്പോൾ വിവിധ പോസ്റ്റുകളിൽ ജോലി അവസരമുണ്ട്. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ടെക്നിക്കൽ ആൻഡ് ട്രേഡ്മാൻ പോസ്റ്റുകളിൽ മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. വേക്കൻസി ഏതൊക്കെയാണെന്നും ഡീറ്റെയിൽസും നോക്കാം. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ കീഴിൽ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സിലേക്കാണ് വേക്കൻസി ഉള്ളത്. തസ്തികകൾ വരുന്നത് കോൺസ്റ്റബിൾ, ടെക്നിക്കൽ ആൻഡ് ട്രേഡ്സ്മാൻ ആൻഡ് പൈനിയർ ആണ്. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് മെയ് 19. ഇതിലേക്ക് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ടെസ്റ്റ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, ട്രേഡ് ടെസ്റ്റ്, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, പിന്നെ മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ടായിരിക്കും. ഇതിലേതെങ്കിലുമൊക്കെ ആയിരിക്കും സെലക്ഷൻ പ്രോസസ്സിൽ വരുന്നത്. ശമ്പളം ലഭിക്കുന്നത് പേ ലെവൽ 3 ആണ്. 21,700 മുതൽ 69,100 വരെയാണ്. ആകെ വേക്കൻസി 9,175 വേക്കൻസിയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. കേരളത്തിലും വേക്കൻസി ഉണ്ട്. മെയിൽ പോസ്റ്റുകളുടെ വേക്കൻസി കേരളത്തിൽ വരുന്നത് ബ്രാസ് ബാൻഡ് 6 വേക്കൻസി, ബാർബർ 8 വേക്കൻസി, ബഗ്ലർ 57 വേക്കൻസി, കോബ്ലർ 6 വേക്കൻസി, കുക്ക് 43 വേക്കൻസി, കാർപ്പൻ്റർ 5 വേക്കൻസി, ഡ്രൈവർ 94 വേക്കൻസി, മാലി 4 വേക്കൻസി, മോട്ടോർ മെക്കാനിക് വെഹിക്കിൾ 21 വേക്കൻസി, പൈപ്പ് ബാൻഡ് 1 വേക്കൻസി, പെയിൻറ്റർ 5 വേക്കൻസി, ടൈലർ 10 വേക്കൻസി, വാട്ടർ കാരിയർ 17 വേക്കൻസി, വാഷർമാൻ 11 വേക്കൻസി. ടോട്ടൽ 304 വേക്കൻസിയാണ് മെയിൽ കാൻഡിഡേറ്റ്സിന് കേരളത്തിലുള്ളത്. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ കേരളത്തിൽ ബ്രാസ് ബാൻഡ് 1 വേക്കൻസി, വാട്ടർ കാരിയർ 1 വേക്കൻസി, ടോട്ടൽ 2 വേക്കൻസിയാണുള്ളത്. ഇത് കൂടാതെ പൈനിയർ വിങ്ങിലേക്ക് മേഷൻ, ഇലക്ട്രീഷ്യൻ തസ്തികയിലും വേക്കൻസി ഉണ്ട്. 20 വേക്കൻസിയാണുള്ളത്. പ്രായപരിധി നോക്കാം. കോൺസ്റ്റബിൾ, ഡ്രൈവർ 21 തൊട്ട് 27 വയസ്സ് വരെയാണ്. ബാക്കിയുള്ള എല്ലാ തസ്തികയ്ക്കും 18 മുതൽ 23 വരെയാണ് പ്രായപരിധി വരുന്നത്. ഇതുകൂടാതെ പ്രായത്തിൽ ഇളവുണ്ട്. SC STക്ക് 5 വയസ്സിൻ്റെയും OBCക്ക് 3 വയസ്സിൻ്റെയും എക്സ് സർവീസ്മാന് 3 വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട്. ഇളവ് ക്ലെയിം ചെയ്യുന്നവർ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റ്സ് ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി ഓരോ തസ്തികയ്ക്കും വേണ്ട ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡ്രൈവർ ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഹെവി ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും ഡ്രൈവിംഗ് ടെസ്റ്റ് അവിടെ നടത്തുമ്പോൾ അത് പാസ്സാവുകയും കൂടി വേണം. ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. 10ാം ക്ലാസ്സും ഹെവി ലൈസൻസുമാണ് വേണ്ടത്. നെക്സ്റ്റ് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ് +2 ആണ്. +2 കൂടാതെ ITI ഉണ്ടായിരിക്കണം. 2 ഇയറിൻ്റെ ITI സർട്ടിഫിക്കറ്റ് ഇൻ മെക്കാനിക്കൽ മോട്ടോർ വെഹിക്കിൾ ട്രേഡാണ് വേണ്ടത്. അല്ലെങ്കിൽ +2 കൂടാതെ നാഷണൽ ഓർ സ്റ്റേറ്റ് അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ഓഫ് 3 ഇയർ ഡ്യൂറേഷനാണ് വേണ്ടത്. +1 ഇയർ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ബാക്കിയുള്ള എല്ലാ ട്രേഡ്സ്മാൻ പോസ്റ്റുകളിലും ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ് ആണ്. അതുപോലെ തന്നെ റെസ്പെക്റ്റീവ് ട്രേഡുകളിൽ പ്രൊഫഷൻ്റ് ആയിരിക്കണം. ഇനി പൈനിയർ വിങ്, മേഷൻ ഓർ ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ് ആണ്. ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് 1 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ITI സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. SC ST ഫീമെയിൽ കാറ്റഗറിക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. എക്സ് സർവീസ്മെനും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. കേരളത്തിൽ ടെസ്റ്റ് സെൻറ്റർ വരുന്നത് ഗ്രൂപ്പ് സെൻറ്റർ CRPF പള്ളിപ്പുറം തിരുവനന്തപുരമാണ് കേരളത്തിൽ ടെസ്റ്റ് സെൻറ്റർ വരുന്നത്. ഇനി എക്സാം സ്കീം എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്. ടെക്നിക്കൽ ആൻഡ് ട്രേഡ്മാൻ പോസ്റ്റുകളിൽ റേസ് ആണ് വരുന്നത്. മെയിലിനും ഉണ്ട്, ഫീമെയിലിനും ഉണ്ട്.
പൈനിയർ വിങ്ങിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണുള്ളത്. പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ട്. പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട്. ഇതിൽ വരുന്നത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 25 മാർക്ക്, ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ് 25 മാർക്ക്, എലമെൻ്ററി മാത്തമാറ്റിക്സ് 25 മാർക്ക്, ഇംഗ്ലീഷ് ഓർ ഹിന്ദി 25 മാർക്ക്. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യമേ രജിസ്റ്റർ ചെയ്യുക, എന്നിട്ട് ലോഗിൻ ചെയ്യുക. അവിടെ ആപ്ലിക്കേഷൻ ഫോം കിട്ടും, അതിൽ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കണം. കേന്ദ്ര സർക്കാരിന് കീഴിൽ സെൻട്രൽ റിസർവ് പോലീസിൽ ജോലി ആഗ്രഹിക്കുന്ന ഈ പറഞ്ഞ യോഗ്യതയൊക്കെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക. നന്ദി.